നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. പരേഡിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മുഖ്യാതിഥി. ഭരണഘടന രാജ്യത്തിന്റെ വഴികാട്ടിയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഭരണസ്ഥിരത ഉറപ്പാക്കുമെന്നും രാഷ്ട്രപതി. ADGP P വിജയന് വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ. മലയാളി ജവാൻ വിജയൻകുട്ടിക്ക് ശൗര്യചക്ര. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ. PR ശ്രീജേഷ്, നടി ശോഭന, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം എന്നിവർക്ക് പത്മഭൂഷൺ. IM വിജയൻ, നടൻ അജിത്, K ഓമനക്കുട്ടിയമ്മ തുടങ്ങി 113 പേർക്ക് പത്മശ്രീ. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കടുവ. കടുവയെ കണ്ടത് ഇന്നലെ ആക്രമണമുണ്ടായ സ്ഥലത്തിനടുത്തെന്ന് നാട്ടുകാർ. ജാഗ്രതാ നിർദ്ദേശം. കടുവയെ പിടികൂടാൻ ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിൽ തീവ്ര ശ്രമം. സർക്കാർ നൽകിയ ഉറപ്പിൽ തത്കാലത്തേക്ക് പ്രതിഷേധം അവസാനിപ്പിച്ച നാട്ടുകാർ. കൊല്ലപ്പെട്ട രാധയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. ബന്ദികളാക്കിയ 4 ഇസ്രായേലി വനിതാ സൈനികരെ മോചിപ്പിച്ച് ഹമാസ്. ഇസ്രായേൽ 70 പാലസ്തീനികളെ മോചിപ്പിച്ചു. നടപടി വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം. റേഷൻ വിതരണക്കാരുടെ സമരം ഒത്തുതീർപ്പായി. സാധനങ്ങൾ നൽകിയതിന്റെ കുടിശ്ശിക ഭാഗികമായി കൊടുത്തു തീർക്കുമെന്ന ഭക്ഷ്യമന്ത്രിയുടെ ഉറപ്പ്. വേതന പാക്കേജ് പരിഷ്കരിക്കുന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. വിശദമായ വാർത്തകൾ നോക്കാം. ഭരണഘടന ജീവനുള്ള രേഖയായി മാറിയെന്നും ജനങ്ങളെ ഒരു കുടുംബമായി ബന്ധിപ്പിക്കുന്നുവെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യക്കാർ എന്ന നിലയിൽ കൂട്ടായ സ്വത്വത്തിന്റെ ആത്യന്തിക അടിത്തറ ഭരണഘടന നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. 75 years now, it has guided the path of our progress. Today, let us humbly express our gratitude to Dr. Ambedkar. ഇന്ത്യയാണ് ഇന്ന് ലോകത്തെ നയിക്കുന്നത്. ക്ഷേമം എന്ന ആശയം സർക്കാർ പുനർനിർവചിക്കുകയും അടിസ്ഥാന ആവശ്യങ്ങൾ അവകാശമാക്കുകയും ചെയ്തതായി ദ്രൗപദി മുർമു പറഞ്ഞു. ഭരണത്തിൽ തുടർച്ച പ്രോത്സാഹിപ്പിക്കാനും സാമ്പത്തിക ഭാരം കുറയ്ക്കാനും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറെ നാളായി ഉറങ്ങിക്കിടന്ന ഇന്ത്യയുടെ ആത്മാവ് വീണ്ടും ഉണർന്ന് ലോക സമൂഹത്തിൽ അർഹമായ സ്ഥാനം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഘട്ടമാണിത്. മാതൃരാജ്യത്തെ വൈദേശിക ഭരണത്തിന്റെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കാൻ ത്യാഗം സഹിച്ച ധീരരെ ഈ ദിനത്തിൽ സ്മരിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന വിവിധ മെഡലുകളും പ്രഖ്യാപിച്ചു. വ്യോമസേനയിൽ നിന്ന് 2 മലയാളികൾ പരംവിശിഷ്ട സേവാ മെഡലിന് അർഹരായി. സദേൺ എയർ കമാൻഡ് മേധാവി എയർ മാർഷൽ B മണികണ്ഠന് പരംവിശിഷ്ട സേവാ മെഡലും ആൻഡമാൻ നിക്കോബാർ കമാൻഡ് ഇൻ ചീഫ് എയർ മാർഷൽ സാജു ബാലകൃഷ്ണന് പരംവിശിഷ്ട സേവാ മെഡലും ലഭിക്കും. കേരളത്തിൽ നിന്ന് പോലീസ് സേനയിൽ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് ADGP P വിജയൻ അർഹനായി. അഗ്നിരക്ഷാ സേനയിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധുസൂദനൻ നായർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവർക്കും വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിന് പോലീസ് സേനയിലെ 10 പേർക്കും അഗ്നിരക്ഷാ സേനയിൽ 5 പേർക്കും ജയിൽ വകുപ്പിലെ 5 പേർക്കും രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചു. നാളത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാനമായ ഡൽഹിയിലടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ആണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി. പരേഡ് കാണാൻ വിവിധ മേഖലകളിൽ നിന്നുള്ള 10,000-ഓളം വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും 150-ഓളം പേർക്ക് ക്ഷണമുണ്ട്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത എത്രത്തോളമെന്ന് വ്യക്തമാക്കുന്നതായിരിക്കും നാളെ നടക്കുന്ന സൈനിക പരേഡ്. രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച നിരവധി പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും ആയുധങ്ങളുടെയും പ്രദർശനമാണ് ഇത്തവണത്തെ ഹൈലൈറ്റ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 155mm പീരങ്കി, ഡ്രോൺ ആക്രമണങ്ങളെ കണ്ടെത്തി പ്രതിരോധിക്കാനും നിർവീര്യമാക്കാനുമുള്ള സംവിധാനം, ഉപഗ്രഹ കേന്ദ്രീകൃത നിരീക്ഷണ സംവിധാനം എന്നിവയൊക്കെ ഇത്തവണ പരേഡിൽ പരിചയപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, അമൃത TV.
മലയാളികൾക്ക് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നമസ്കാരം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ലോകമെമ്പാടും ഉള്ള കേരളീയർക്കു എൻ്റെ ഹാർദം ആയ ഗണതന്ത്ര ദിന ആശംസകൾ. My hearty congratulations and greetings to the people of Kerala on this very special Republic Day. It is with profound gratitude that we are celebrating this 26th January as the Republic Day of this country. In the year 1950, we resolved ourselves. അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് രാജ്യത്തിന്റെ ആദരം. MTക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ സമ്മാനിക്കും. ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ജോസ് ചാക്കോ പെരിയപ്പുറം, നടി ശോഭന, ഹോക്കി താരം PR ശ്രീജേഷ്, തമിഴ് നടൻ അജിത്ത് എന്നിവർക്ക് പത്മഭൂഷൺ ലഭിക്കും. ക്രിക്കറ്റ് താരം R അശ്വിൻ, ഫുട്ബോൾ താരം IM വിജയൻ, സംഗീതജ്ഞ K ഓമനക്കുട്ടി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരങ്ങൾ. തെലുങ്ക് നടൻ ബാലകൃഷ്ണനും പത്മഭൂഷൺ സമ്മാനിക്കും. സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥൻ, ഗായകൻ അർജിത് സിംഗ്, മൃദംഗ വിദ്വാൻ ഗുരുവായൂർ ധൊരൈ എന്നിവരും പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായി. ഗായകൻ പങ്കജ് ഉദ്ദാസിന് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകും. അന്തരിച്ച BJP നേതാവ് സുശീൽ കുമാർ മോദിക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകും. ആകെ 7 പേർക്കാണ് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചത്. 19 പേർ പത്മഭൂഷണും 113 പേർ പത്മശ്രീ പുരസ്കാരത്തിനും അർഹരായി. സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പ്രവർത്തകയുമായ ലിബിയ ലോബോ സർദേശായി, നാടോടി ഗായിക ബാട്ടൂൽ ബീഗം, തമിഴ്നാട്ടിലെ വാദ്യകലാകാരൻ വേലു ആശാൻ, പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ചൈത്രം ദേവ്ചന്ദ് പവാർ, കായിക രംഗത്ത് ഹർവീന്ദർ സിംഗ് എന്നിവരാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച മറ്റു പ്രമുഖർ. സൈനിക മെഡലുകളും പ്രഖ്യാപിച്ചു. 2 പേർക്കാണ് കീർത്തിചക്ര. മേജർ മഞ്ജിത്ത്, നായിക് ദിൽവർ ഖാൻ എന്നിവർക്കാണ് കീർത്തിചക്ര. മലയാളി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥൻ G വിജയൻകുട്ടിക്ക് മരണാനന്തര ബഹുമതിയായി ശൗര്യചക്ര നൽകും. 14 പേർക്കാണ് ശൗര്യചക്ര. പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമെന്ന് K ഓമനക്കുട്ടിയമ്മ. ദൈവാനുഗ്രഹം കൊണ്ടാണ് പുരസ്കാരം ലഭിച്ചതെന്നും ഓമനക്കുട്ടിയമ്മ പ്രതികരിച്ചു. ഈശ്വരാനുഗ്രഹം, എൻ്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം, എൻ്റെ ഭർത്താവിൻ്റെ അനുഗ്രഹം, ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ എന്നെക്കാളും കഴിവുള്ള ഒരുപാട് പേര് കാണാം. ഇങ്ങനെ ഒരു അംഗീകാരം ആദ്യമാണ്. സഹോദരന്മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും സംഗീതത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീതം തന്നെ എന്റെ ജീവിതം. ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുകയും ഇപ്പം പെൻഷനായി, എന്നാലും പെൻഷനായി വീട്ടിലങ്ങ് ഒതുങ്ങിയിരിക്കുക. അതല്ല, അതുപോലെ തന്നെ പല കാര്യങ്ങളും സംഗീതത്തിന് വേണ്ടി ചെയ്യുക. അതൊക്കെ ഇപ്പോഴും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എൻ്റെ ഗുരുക്കന്മാര്, ചെമ്മൻകുടി സാറും പിന്നെ GN ബാലസുബ്രഹ്മണ്യവും മാവേലിക്കര പ്രഭാകരവർമ്മ സാർ, ഇവരൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാർ. അച്ഛനാണ് ആദ്യം പഠിപ്പിച്ചത്. അവരെ എപ്പോഴും ഞാൻ എണീറ്റാൽ ഉടൻ അവരെയാണ് സ്മരിക്കുന്നത്. കേരളത്തിൽ നിന്ന് പോലീസ് സേനയിൽ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ ADGP P വിജയന്. അഗ്നിരക്ഷാ സേനയിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധുസൂദനൻ നായർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവർക്കും വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിന് പോലീസ് സേനയിലെ 10 പേർക്കും അഗ്നിരക്ഷാ സേനയിൽ 5 പേർക്കും ജയിൽ വകുപ്പിലെ 5 പേർക്കും രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചു. കടുവ ആക്രമണ ഭീതിയിൽ കഴിയുന്ന മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ ഇന്ന് കണ്ടത് നാട്ടുകാരുടെ സമാനതകളില്ലാത്ത പ്രതിഷേധം. കടുവയെ പിടികൂടുന്നതിൽ വനം വകുപ്പ് അനാസ്ഥ കാണിച്ചുവെന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം. CCF ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. സർവകക്ഷി യോഗത്തിൽ പ്രദേശവാസികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചു. കടുവാ ദൌത്യത്തിനായി ഡോക്ടർ അരുൺ സഖറിയ വയനാട്ടിലെത്തി. നാളെ വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പഞ്ചാരക്കൊല്ലിയിൽ നടന്നത്. കടുവയെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഉത്തരമേഖല CCF ഉൾപ്പെടെയുള്ള വനം ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ഉപരോധിച്ചു.
കളക്ടർ സംഭവ സ്ഥലത്തേക്ക് വരാത്തതിൽ പ്രതിഷേധിച്ച് സ്ത്രീകളടക്കം ബേസ് ക്യാമ്പിലേക്ക് തള്ളിക്കയറി. കളക്ടർ ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ പങ്കെടുക്കുകയെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. ADM അല്ലെങ്കിൽ സബ് കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ അധികാരികൾ വരാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് നാട്ടുകാർ കടുപ്പിച്ചതോടെ കളക്ടർക്ക് പകരം ADM എത്തി സർവകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തി. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. വെടിവെക്കാനുള്ള ഉത്തരവ് നടപടികൾ ഉൾപ്പെടെയുള്ള ഉത്തരവ് അനുസരിച്ചിട്ട് മേൽ ടീം അംഗങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. കടുവയെ പിടികൂടാൻ തീവ്രശ്രമം തുടരുകയാണ്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ക്യാമ്പ് ഹൗസിലെത്തി. കടുവ പഞ്ചാരക്കൊല്ലിൽ തന്നെയുണ്ടെന്ന് വനം വകുപ്പിന്റെ വിശദീകരണം. നോർത്ത് വയനാട് ഡിവിഷനിലെ 85 ഉദ്യോഗസ്ഥർ കടുവയ്ക്കായുള്ള പരിശോധനയിൽ പഞ്ചാരക്കൊല്ലിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടെ വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 8ാമത്തെ ആളാണ് രാധ. രാധ ഉൾപ്പെടെ 3 പേരും കൊല്ലപ്പെട്ടത് കൃഷിയിടങ്ങളിൽ വെച്ചായിരുന്നു. വയനാട്ടിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളും നാളുകളായി കടുവ ഭീതിയുടെ നടുവിലാണ്. വന്യമൃഗശല്യം തടയാനായി പ്രഖ്യാപിച്ച പദ്ധതികളുടെ മെല്ലെപ്പോക്കും വെല്ലുവിളിയാണ്. അമൃത ന്യൂസ്, വയനാട്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഭീതി പടർത്തിയ പുലി കൂട്ടിലായി. വനം വകുപ്പ് 15 ദിവസം മുൻപ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. പിടികൂടിയ പുലിയെ താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ചു. വെറ്റിനറി വിദഗ്ധന്റെ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. കൂടരഞ്ഞി പഞ്ചായത്തിലെ പെരുമ്പുള കൂരിയോട് ഭാഗത്തുള്ള ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പുലിയാണ് കൂട്ടിലായത്. ദിവസങ്ങൾക്ക് മുമ്പ് കൂരിയോട് ഭാഗത്ത് വന്യജീവിയെ കണ്ടു പേടിച്ചോടിയ വീട്ടമ്മയ്ക്ക് വീണു പരിക്കേറ്റിരുന്നു. ആടിനെ തീറ്റാൻ പോയ പൈക്കാട് ഗ്രേസിക്കാണ് പരിക്കേറ്റത്. ധാരാളം വളർത്തുമൃഗങ്ങളെയും പുലി കൊന്നിരുന്നു. ഇതിനു പിന്നാലെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് പുലിയെ പിടിക്കാൻ വനംവകുപ്പ് കൂടും ക്യാമറയും സ്ഥാപിച്ചത്. ഈ കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. 3 വയസ്സുള്ള ആൺപുലിയാണ് കെണിയിലായത്. ദിവസങ്ങളായി ഭീതിയിൽ കഴിയുന്ന പ്രദേശവാസികൾക്ക് എന്തായാലും ഇതോടെ ആശ്വാസമായി. പുറത്തിറങ്ങാൻ പോലും പേടിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു പ്രദേശവാസികൾ. അമൃത ന്യൂസ്, കോഴിക്കോട്. മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. മാനന്തവാടിയിൽ യുവതി കൊല്ലപ്പെട്ട സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കുന്നുവെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രതികരിച്ചു. കൊല്ലപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി തലയൂരുന്ന പതിവ് രീതി എത്ര കാലം തുടരും? പഠനങ്ങൾ കടലാസിൽ മാത്രം ഒതുക്കാതെ നടപ്പിലായാൽ ജനജീവിതം സുരക്ഷിതമാകും. അധികാരികൾ ഇനിയെങ്കിലും മലയോര ജനതയെ പ്രഖ്യാപനങ്ങൾ നൽകി വഞ്ചിക്കരുതെന്നും കാതോലിക്ക ബാവ ഫേസ്ബുക്കിൽ കുറിച്ചു. മലയോര മേഖലയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും അതിന് പരിഹാരം കാണാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാട്ടുമൃഗങ്ങളെ കാട്ടിലേക്ക് തിരിച്ചോടിക്കാനുള്ള ആധുനിക സംവിധാനങ്ങൾ കേരളത്തിലില്ല. ഇതിനെല്ലാം ശാശ്വത പരിഹാരം വേണം. വന്യമൃഗശല്യം ഉൾപ്പെടെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് മലയോര ജാഥയെന്നും VD സതീശൻ പറഞ്ഞു. അല്ല, ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചാൽ ഇപ്പോൾ ഈ കടുവ മാത്രം പോരല്ലോ, കടുവയ്ക്ക് ഇരകളും വേണം. ഒരു കടുവയ്ക്ക് ഒരു 55 മാനെങ്കിലും വേണം ഒരു വർഷം. അപ്പോൾ ഈ 150 കടുവയ്ക്കുള്ള ഇര അവിടെ ഉണ്ടോ ഇല്ലെന്നൊക്കെ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പരിശോധിക്കണം. ഒരു ടെറിട്ടോറിയലാണ് 20 ചതുരശ്ര സ്ക്വയർ കിലോമീറ്ററിൻ്റെ അകത്തേക്ക് വേറെ ആണിനെ പ്രവേശിപ്പിക്കില്ല. മനസ്സിലെ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. നന്നായി യുദ്ധം ചെയ്ത് ഒരാൾ പോകണം, ഒരാൾ പുറത്തു പോയാൽ അയാൾ നാട്ടിലേക്ക് ഇറങ്ങുക. ഇതൊക്കെ ഈ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെൻറ് എല്ലാം വൈൽഡ് ലൈഫ് ആക്ടിൽ ഭേദഗതി വരുത്തണം. ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത്, ആദ്യം ഞങ്ങളാണ് പറഞ്ഞത് ഭേദഗതി വരുത്തണം. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ഇവിടെയും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിയുള്ള നാടാണ് കേരളം. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായോ? ഇതല്ല പ്രശ്നം. പ്രശ്നത്തെ ഗൗരവത്തോടുകൂടി ഗവൺമെൻറ് കാണുന്നില്ല. പിന്നെ ഈ ഭൂമി പ്രശ്നവും കാർഷിക പ്രശ്നവും. റേഷൻ വാതിൽപ്പടി വിതരണക്കാർ 3 ആഴ്ചയായി തുടർന്നു വന്ന സമരം പിൻവലിച്ചു. ഭക്ഷ്യമന്ത്രി GR അനിലുമായി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. അതേസമയം റേഷൻ കട ഉടമകളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം തിങ്കളാഴ്ച ആരംഭിക്കും. വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തിന് പിന്നാലെ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം പ്രതിസന്ധിയിലാകും. ജനുവരി 1 മുതൽ റേഷൻ സാധനങ്ങളുടെ വിതരണം തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായത്. കുടിശ്ശികയുള്ള തുക ഭാഗികമായി കൊടുത്തു തീർക്കുമെന്ന ഉറപ്പിന്മേലാണ് റേഷൻ വാതിൽപ്പടി വിതരണക്കാർ സമരത്തിൽ നിന്നും പിന്മാറിയത്. സെപ്റ്റംബർ മാസത്തിലെ 40% കുടിശ്ശികയും ഒക്ടോബറിലെ മുഴുവൻ കുടിശ്ശികയും നവംബറിലെ 60% കുടിശ്ശികയും കൊടുക്കാനാണ് തീരുമാനമായത്. സമരത്തിൽ നിന്നും പിന്മാറുന്നുവെന്നത് സന്തോഷകരമെന്ന് മന്ത്രി GR അനിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു.
എങ്ങനെയാണ് ഒരു സംവിധാനത്തിൽ ഒരു വേതന വർധനവ് നടപ്പാക്കുന്നത് എന്ന് മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ ഡിമാൻഡ് ചർച്ച ചെയ്ത് ആ ചർച്ചയിലെ തർക്കങ്ങളായിട്ടുള്ള വിഷയങ്ങളെല്ലാം പരിഹരിച്ച് അതിനനുസരിച്ച് നടപ്പാക്കുന്ന രീതിയാണ്. അപ്പോൾ അത് തുടർന്ന് ചർച്ചയിലൂടെ പരിഹാരം ഉണ്ടാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് സഹകരിക്കണമെന്നുള്ള നിലപാട് ഞങ്ങൾ പറയുകയുണ്ടായി. തിങ്കളാഴ്ച മുതൽ റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിക്കുമെന്ന് വാതിൽപ്പടി വിതരണം നടത്തുന്ന കേരള ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. എന്നാൽ വിതരണക്കാരുടെ സമരം തീർന്നാലും തിങ്കളാഴ്ച മുതൽ റേഷൻ കടയുടമകളുടെ സമരം ആരംഭിക്കുന്നത് പൊതുവിതരണ സംവിധാനത്തിൽ കടുത്ത പ്രതിസന്ധിക്ക് കാരണമാകും. റേഷൻ കടകൾ അടച്ചുള്ള സമരം പുതിയ സ്റ്റോക്ക് എത്തിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലേക്കാണ് എത്തിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൗദിയിൽ ലൈസൻസ് ഇല്ലാതെ പെട്രോളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കയറ്റി അയക്കുന്നവർക്ക് സൗദി മന്ത്രിസഭ അംഗീകരിച്ച നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് കൂടുതൽ കടുത്ത ശിക്ഷകൾ. സബ്സിഡി നിരക്കിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അടങ്ങിയ മറ്റുൽപ്പന്നങ്ങളും ലൈസൻസ് ഇല്ലാതെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നവർക്കും കയറ്റി അയക്കാൻ ശ്രമിക്കുന്നവർക്കും 5 വർഷം വരെ തടവും, കുറ്റക്കാർക്ക് 3 കോടി റിയാൽ വരെയോ അതല്ലെങ്കിൽ കയറ്റി അയക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഗോള വിലയുടെ ഇരട്ടി തുകയോ അതിലേതാണ് കൂടുതലെങ്കിൽ ആ തുക പിഴയും ചുമത്തും. കയറ്റി അയക്കാൻ ശ്രമിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കണ്ടുകിട്ടുകയും ചെയ്യും. മാൻപവർ അതോറിറ്റി കണക്കുകൾ പ്രകാരം കുവൈത്തിൽ രജിസ്റ്റർ ചെയ്ത ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകളുടെ എണ്ണത്തിൽ വർധന. ഇത് 5.5% വർദ്ധിച്ച് 2024 ഡിസംബർ അവസാനത്തോടെ 476 4900 പരാതികൾ, 84 പുതിയ ലൈസൻസുകൾ വിതരണം, 398 ലൈസൻസുകൾ പുതുക്കൽ, സസ്പെൻഡ് ചെയ്ത 139 ലൈസൻസുകൾ പുനഃസ്ഥാപിക്കൽ, 204 ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യൽ, 43 അഭ്യർത്ഥനകൾ എന്നിവയുൾപ്പെടെ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് നിയന്ത്രിക്കുന്ന വകുപ്പിന്റെ കഴിഞ്ഞ വർഷം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തി. ഡിസംബറിൽ മാത്രം 8 പുതിയ ഓഫീസുകൾ കൂടി ചേർത്തതോടെ റിക്രൂട്ട്മെന്റ് ഓഫീസുകളുടെ എണ്ണം 1.7% വർദ്ധിച്ചു. ലൈസൻസ് റദ്ദാക്കൽ 1 നിന്ന് 6 വർദ്ധിച്ചു. പുതിയ ലൈസൻസുകൾ 15.8% വർദ്ധിച്ച് 22 മാറി. വയനാട്ടിലെ DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ പരാതി ന്യായമെന്ന് KPCC അന്വേഷണ സമിതി റിപ്പോർട്ട്. കുടുംബത്തിന് സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കണം. സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിലടക്കം അഭിലഷണീയ പ്രവണതകളിൽ പാർട്ടിക്ക് കടിഞ്ഞാൺ വേണമെന്നും സമിതിയുടെ നിർദ്ദേശം. DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട IC ബാലകൃഷ്ണൻ MLA അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം MLAയുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. അതേസമയം വീട്ടിൽ നിന്ന് രേഖകളൊന്നും എടുത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷൻ K സുധാകരനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ ഉടൻ മാറ്റില്ലെന്ന് AICC. നേതൃമാറ്റം ഉടനില്ലെന്ന് സുധാകരന് ഹൈക്കമാൻഡ് ഉറപ്പ് നൽകി. സുധാകരനെ നിലനിർത്തി പുനഃസംഘടന പൂർത്തിയാക്കാനാണ് തീരുമാനം. പാർട്ടിക്കുള്ളിൽ താൻ അറിയാതെ നടക്കുന്ന നേതൃമാറ്റ ചർച്ചകളിൽ K സുധാകരൻ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് AICCയുടെ മറുപടി. അതോടൊപ്പം K സുധാകരനുമായി ഒത്തുപോകണമെന്നും പ്രവർത്തന ശൈലിയിൽ ആത്മപരിശോധന വേണമെന്നും ഹൈക്കമാൻഡ് VD സതീശന് നിർദ്ദേശവും നൽകി. KPCC അധ്യക്ഷനെ മാറ്റാതെയുള്ള പുനഃസംഘടനാ നീക്കത്തിനാണ് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നത്. സുധാകരനെ മാറ്റിയാൽ VD സതീശനും മാറണമെന്ന നിലപാട് ഒരു വിഭാഗം നേതാക്കൾ ആവർത്തിച്ചതോടെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയത്. സുധാകരനെ വിശ്വാസത്തിലെടുക്കാതെ ഒരു തീരുമാനവും ഉണ്ടാകില്ലെന്നാണ് ഹൈക്കമാൻഡ് അറിയിച്ചത്. ദീപദാസ് മുൻഷി നടത്തുന്ന ചർച്ചകൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതാണെന്നും ഹൈക്കമാൻഡ് അറിയിച്ചു. പുനഃസംഘടനാ നടപടികളുമായി മുന്നോട്ടു പോകാൻ സുധാകരന് ഹൈക്കമാൻഡ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിനിടെ K സുധാകരനുമായി ഒത്തുചേർന്നു പോകണമെന്ന് ഹൈക്കമാൻഡ് VD സതീശന് നിർദ്ദേശവും നൽകി. പരാതി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവരുതെന്നും പ്രവർത്തന ശൈലിയിൽ ആത്മപരിശോധന വേണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഹൈക്കമാൻഡിന്റെ ഇടപെടലിലൂടെ VD സതീശൻ K സുധാകരൻ പോരിന് പരിഹാരമാകുമെന്നാണ് പാർട്ടിയുടെയും പ്രതീക്ഷ. അമൃത ന്യൂസ്, കോഴിക്കോട്. അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ നൽകി കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. പാർട്ടിയെ തകർക്കാനുള്ള പ്രചരണങ്ങളിൽ നേതാക്കൾ ആരും വീഴരുതെന്നും കാസർഗോഡ് നടന്ന കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ച് KC വേണുഗോപാൽ MP പറഞ്ഞു. ഭരണം എത്ര ജനവിരുദ്ധമായാലും കോൺഗ്രസിലെ തമ്മിലടികൾക്കിടയിലൂടെ രക്ഷപ്പെടാമെന്ന് പിണറായി കരുതുന്നത് അത് മനസ്സിൽ വെച്ചാൽ മതി. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി മുൻപന്തിയിലുണ്ടാകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു.
കൃപേഷിനെയും അവരുടെ കൊലക്ക് സാക്ഷ്യം വഹിച്ച യഥാർത്ഥ കൊലപാതകളെ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന ഒരു സർക്കാർ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത നമ്മൾ ഓരോ കോൺഗ്രസ്സുകാരും ഉള്ളതാണെന്ന് നേതാക്കന്മാരും വിചാരിക്കണം, നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. നിങ്ങൾ പറയും ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്, അവിടെ മുകളിൽ തീരുമാനിച്ചാൽ മതി ഇതെല്ലാം എന്ന് നിങ്ങളിപ്പോൾ പറയും. മനസ്സിലാക്കി, അതെനിക്കറിയാം. പക്ഷെ ഇതെല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വ്യാജമായിട്ടുള്ള പ്രവർത്തനം. കെ സുധാകരനും താനുമായി യാതൊരു അഭിപ്രായ ഭിന്നതയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. CPM-നെ പോലെ നേതാക്കളെ വിമർശിക്കാൻ പറ്റാത്ത പാർട്ടിയല്ല കോൺഗ്രസ്. തനിക്കെതിരെ വിമർശനമുണ്ടായാൽ താൻ അതിന് മറുപടി പറയുമെന്നേയുള്ളൂവെന്നും വി ഡി സതീശൻ പറഞ്ഞു. മൂന്നാമത്തെ ദിവസം ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പറയും KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്വരച്ചേർച്ചില്ല. ഞങ്ങൾ ഇത് രണ്ടുപേരും കൂടി കണ്ടിരുന്ന് ചിരിക്കുകയാണ്. ഈ വാർത്ത കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു തരത്തിലും ഒന്ന് പിണങ്ങിയിട്ട് പോലുമില്ല. കെ സുധാകരനെ മാറ്റാൻ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. അനൌദ്യോഗികമായി ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്നറിയില്ല. നേതൃമാറ്റ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. വിജയസാധ്യതയുമായി ബന്ധപ്പെട്ട് ഒരു സർവേയും നടത്തിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് തന്നോട് പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ എന്ന നിലയിൽ ഏതൊക്കെ സീറ്റുകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് സ്വാഭാവികമായും അറിയാവുന്ന കാര്യമാണ്. പാർട്ടി നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്നും ചെന്നിത്തല പറഞ്ഞു. അല്ല, ഇതുവരെ ഔദ്യോഗികമായിട്ട് അങ്ങനെയുള്ള ആലോചനകളൊന്നും നടന്നതായിട്ട് എനിക്കറിയില്ല. അനൗദ്യോഗികമായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പാർട്ടി ഇന്ന് ഏറ്റവും കൂടുതൽ ഒന്നിച്ചു പോകേണ്ട ഒരു സന്ദർഭമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകേണ്ട ഒരു അവസരമാണ്. അല്ല, അത് വേണോ വേണ്ടയോ എന്നെല്ലാം പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അതിവിടെ ചർച്ച ചെയ്യേണ്ടോ ഇവിടെ തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമല്ല. എലപ്പുള്ളി മദ്യനിർമ്മാണശാലയ്ക്കായി ഭൂഗർഭജലം എടുക്കില്ലെന്ന് മന്ത്രി MB രാജേഷ്. ആവശ്യമായ ജലം മലമ്പുഴയിൽ നിന്നും മഴവെള്ള സംഭരണിയിൽ നിന്നും ശേഖരിക്കും. പ്രതിപക്ഷം പ്ലാച്ചിമടയുടെ പേരിൽ അസത്യം പ്രചരിപ്പിക്കുന്നു. ആയിരങ്ങൾക്ക് ജോലി കിട്ടുന്ന സംരംഭം ദയവായി മുടക്കരുതെന്നും പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്നും MB രാജേഷ് പാലക്കാട് പറഞ്ഞു. പാർലമെന്ററി കാര്യമന്ത്രിയായിട്ടും അടിയന്തര പ്രമേയത്തെക്കുറിച്ചുള്ള ചട്ടങ്ങൾ മന്ത്രി MB രാജേഷിന് അറിയില്ലെന്ന് രമേശ് ചെന്നിത്തല. അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണ് ചട്ടം. അതുകൊണ്ടാണ് ബ്രൂവറി വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവരാത്തത്. VS അച്യുതാനന്ദന്റെ വില കേരളം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അവിടെ കുടിവെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ജനങ്ങളുടെ മുമ്പിലാണ് ഈ ഒരു എല്ലാവിധത്തിലുമുള്ള മദ്യനിർമ്മാണങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെന്റ് അനുവാദം കൊടുത്തത്. രാജേഷ് മന്ത്രി ഒരു കാര്യം, ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. അദ്ദേഹം പാർലമെന്ററി കാര്യമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് ചട്ടങ്ങളും നിയമങ്ങളും അറിയേണ്ട ആളല്ലേ. അഴിമതി ആരോപണമോ ഞങ്ങൾ അടിയന്തര പ്രമേയമായി കൊന്ന അപ്പം തന്നെ സ്പീക്കർ അത് നിഷേധിക്കും. ഗവൺമെന്റ് ചെയ്യുന്ന കർഷകരോടും സാധാരണ ജനങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് വളരെ തെറ്റാണ്. ഇപ്പോഴാണ് അച്യുതാനന്ദന്റെ പ്രാധാന്യം ആളുകൾക്ക് മനസ്സിലാവും. കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തിയ അച്യുതാനന്ദൻ എടുത്ത നിലപാടുകളെ പറ്റി ആളുകൾ ആലോചിക്കുന്നത് ഇപ്പോഴാണ്. തെരഞ്ഞെടുപ്പിൽ CPM-നും കോൺഗ്രസിനും പിന്തുണ നൽകിയെന്ന് ആവർത്തിച്ച് ജമാഅത്തെ ഇസ്ലാമി. തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടില്ലെന്ന് CPM ആവർത്തിക്കുമ്പോഴും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനോട് അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യ പ്രസ്താവന. 2024 രാജ്യത്തെ എല്ലാ സെക്യുലർ പാർട്ടിക്കും ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയെന്നും CPM-നോട് എല്ലാ കാലത്തും അനുകൂല നിലപാട് സ്വീകരിച്ചതായും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ കോഴിക്കോട് പറഞ്ഞു. നാളിതുവരെ CPM-നെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമി 2019 UDF-ന് കേരളത്തിൽ പിന്തുണ നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ തഹവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്കയിലെ സുപ്രീം കോടതി ഉത്തരവിട്ടു. ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ
തഹവൂർ റാണ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഏറെക്കാലമായി തഹവൂർ റാണയെ വിട്ടുകിട്ടാനായി ഇന്ത്യ അന്തർദേശീയ തലത്തിൽ ചെലുത്തിയ സമ്മർദ്ദങ്ങൾ ഫലം കണ്ടു. കനേഡിയൻ പൗരത്വമുള്ള പാകിസ്ഥാൻ വംശജനാണ് തഹവൂർ റാണ. 64-കാരനായ റാണ നിലവിൽ ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ജയിലിൽ തടവിൽ കഴിയുകയാണ്. ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ അവസാന പരിശ്രമം എന്ന നിലയിലാണ് റാണ അമേരിക്കയിലെ സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ അമേരിക്കയിലെ കീഴ്ക്കോടതികളിൽ നിന്നെല്ലാം ഇന്ത്യക്ക് അനുകൂലമായി വിധി ഉണ്ടായിരുന്നു. ഹമാസ് ബന്ദികളാക്കിയ 4 ഇസ്രായേലി വനിതാ സൈനികരെ മോചിപ്പിച്ചു. ഗാസ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് മോചനം. ഗാസയിലെ പലസ്തീൻ സ്ക്വയറിൽ വെച്ച് 4 പേരെയും റെഡ് ക്രോസ് വോളണ്ടിയർമാർക്ക് കൈമാറി. നഹാലോസിൽ നിന്ന് 2023 ഒക്ടോബർ 7 കടത്തിക്കൊണ്ടുപോയ ഇസ്രായേൽ സൈനികരെയാണ് വിട്ടയച്ചത്. ഇന്നലെ ഇവരുടെ പേരുകൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു. 4 പേരുടെയും ആരോഗ്യനില വിലയിരുത്തി കുടുംബാംഗങ്ങൾക്കൊപ്പം പറഞ്ഞയക്കുമെന്നാണ് വിവരം. കൈമാറ്റത്തിന് മുമ്പ് ഗാസ സിറ്റിയിലെ സ്ക്വയറിൽ ഹമാസ് ഒരുക്കിയ വേദിയിൽ 4 പേരും സൈനിക യൂണിഫോമിൽ പ്രത്യക്ഷപ്പെട്ടു. ഇവരെ വിട്ടയച്ചതിന് പകരമായി തടവിലുള്ള 120 പലസ്തീനികളെ ഇസ്രായേൽ ഉടൻ മോചിപ്പിക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം അമേരിക്കയുടെ മാഡിസൺ കീസിന്. നിലവിലെ ചാമ്പ്യൻ ബലാറസിന്റെ അരീന സബലങ്കയെ തോൽപ്പിച്ചാണ് കീസിന്റെ കിരീട നേട്ടം. 29-കാരിയായ മാഡിസൺ കീസിന്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. തുടർച്ചയായ 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് സബലങ്ക ഇറങ്ങിയത്. എന്നാൽ ആദ്യ സെറ്റ് തന്നെ സ്വന്തമാക്കി കീസ് മികച്ച മത്സരമാണ് കാഴ്ചവെച്ചത്. 2ാം സെറ്റ് കൈവിട്ടെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുത്ത കീസ് 3ാം സെറ്റ് നേടുകയായിരുന്നു. 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ T20 ടീം ഓഫ് ദി ഇയർ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ തിളങ്ങിയ 11 താരങ്ങളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. T20 ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യയെ നയിച്ച രോഹിത് ശർമ്മ തന്നെയാണ് ICC T20 11-ന്റെയും നായകൻ. രോഹിത് ഉൾപ്പെടെ 4 ഇന്ത്യൻ താരങ്ങൾ ടീമിലെത്തിയപ്പോൾ മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയില്ല. ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ് എന്നിവരാണ് ടീമിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ താരങ്ങൾ. പാകിസ്ഥാൻ താരം ബാബർ അസമും ടീമിലുണ്ട്. വിൻഡീസ് താരം നിക്കോളാസ് പൂരനാണ് വിക്കറ്റ് കീപ്പർ. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.